കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് ധർമ്മപാലൻ എന്ന് പറയുന്ന നമ്മളുടെ IAS ഓഫീസർ ഭാര്യയോട് വന്നിട്ട് അമ്മയെ കണ്ട കാര്യം, അമ്മ ആശുപത്രിയിൽ കിടക്കുന്ന കാര്യമൊക്കെ പറഞ്ഞതാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ മുതലുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കാലത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇങ്ങനെ വളരെ നിശ്ചലമായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ പിന്നെ ആശുപത്രിയിലേക്ക് ഫോൺ ചെയ്ത് സംസാരിച്ചപ്പോഴാണ് അമ്മയുടെ സ്ഥിതിയിൽ ഒരു മാറ്റവും ഇല്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഇങ്ങനെ മനസ്സിൽ ഭയങ്കര അസ്വസ്ഥത ഉണ്ടായി. അങ്ങനെ 9 മണിക്ക് അദ്ദേഹം ആശുപത്രിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൾ ഇങ്ങനെ സ്റ്റിയറിങ്ങിൽ നിന്ന് വഴുതി പോകുന്നുണ്ട്, കാലുകൾ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. സുന്ദര രാമസ്വാമിയുടെ വീടിൻ്റെ മുന്നിലെത്തിയപ്പോൾ അകത്തു കിടന്ന് അദ്ദേഹത്തോട് കുറേ സമയം സംസാരിക്കണമെന്ന് തോന്നി എന്ന് പറയണം. അപ്പോൾ സുന്ദര രാമസ്വാമിയെക്കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നിനും സമനില തെറ്റാത്ത ഭാവവും മറ്റുള്ള ആളാണ് സുന്ദര രാമസ്വാമി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം വീടിൻ്റെ മുന്നിലുള്ള മുറിയിൽ വന്നിരുന്ന സ്വന്തം സദസ്സിനോട് സംസാരിച്ചിരിക്കുന്ന സമയം എന്നും 7-8 ആളുകളെങ്കിലും ഉണ്ടാവും. സാഹിത്യം, ചരിത്രം, സിനിമ, മറ്റൊരാളുടെ സംഭാഷണം ശ്രദ്ധിക്കുന്നതിൽ സുന്ദര രാമസ്വാമിക്ക് സമാനമായി മറ്റൊരാളെ അദ്ദേഹം കണ്ടിട്ടില്ല എന്ന് പറയണം. അപ്പോൾ ആരൊക്കെയോ തേടി വന്ന് എന്തൊക്കെയോ പരിദേവനങ്ങൾ നടത്തിയിട്ട് അത് ഒട്ടും കുറഞ്ഞിട്ടുമില്ല എന്ന് നമ്മളുടെ ധർമ്മപാലൻ കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ, പിന്നെ സുന്ദര രാമസ്വാമി എന്ന് പറയുന്ന ആൾ എല്ലാവരുടെയും കാര്യങ്ങളിങ്ങനെ കേട്ട് അവർക്ക് വേണ്ട സമാധാനം നൽകാനായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ്. എല്ലാ കാര്യങ്ങളും അവിടെ തുറന്നു പറയാം, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ അവിടെ നടക്കാറുണ്ട് എന്നൊക്കെ പിന്നെ ധർമ്മപാലൻ വിചാരിക്കുകയാണ്. അപ്പം ആദ്യം അങ്ങനെ പോയപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് അവിടെ ഒന്ന് കയറിയിട്ട് തൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞാലോ എന്നിങ്ങനെ ഒരു തോന്നുകയാണ്. അപ്പോൾ സുന്ദര രാമസ്വാമിയുടെ വീടിൻ്റെ ഉള്ളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള യുവ സാഹിത്യകാരൻ മുണ്ടൊക്കെ മടക്കി കുത്തിക്കൊണ്ട് പുറത്തേക്ക് വരുന്നത് ഇദ്ദേഹം കണ്ടു. ഗേറ്റ് പകുതി തുറന്നിട്ട് പാതയിലേക്ക് അങ്ങനെ അയാൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ജന്മന മലയാളിയായിട്ടുള്ള ഒരു തമിഴനാണ്. വടക്ക് കാസർഗോട്ടാണ് അദ്ദേഹത്തിന് പണി. ഇന്ന് സുന്ദരരാമസ്വാമിയുടെ മച്ചിലാണ് താമസം എന്ന് തോന്നുന്നു എന്നിങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അയാൾ വന്നിട്ട് ഇവിടെ താമസിക്കാറുണ്ട്. അപ്പോൾ സുന്ദരരാമസ്വാമിയോട് സംസാരിച്ചിരിക്കുമ്പോൾ അവനും ഇങ്ങനെ കൂടാറുണ്ട്. അപ്പോൾ സംസാരിച്ചു തുടങ്ങിയാൽ നിർത്താൻ അറിയാത്തവനാണ് അയാൾ എന്ന് പറയുകയാണ്. എഴുത്ത് തീർന്നാലേ അവൻ്റെ സംഭാഷണവും തീരുകയുള്ളൂ എന്ന് നമ്മളുടെ IAS ഓഫീസർ ഇങ്ങനെ വിചാരിക്കുകയാണ്. അപ്പം അങ്ങനെ എത്ര വിചാരിച്ചിട്ടും കാർ അവിടെ നിന്നില്ല. അങ്ങനെ ഗോപാലപിള്ളയുടെ ആശുപത്രിക്ക് മുമ്പിൽ ഡോക്ടർ ഇന്ദിരയുടെ കാറ് നിൽക്കുന്നത് IAS ഓഫീസറെ കണ്ടു. അപ്പോൾ ഇന്ദിര റൗണ്ട്സിലായിരുന്നു. ചെറുപ്പക്കാരനായിട്ടുള്ള ഡോക്ടർ വന്ന് വണങ്ങുകയാണ് ഇദ്ദേഹത്തെ കണ്ട ഉടനെ തന്നെ. അപ്പോൾ എങ്ങനെയുണ്ട് സാറിന് ചോദിച്ചു അയാളോട്. മാറ്റമൊന്നുമില്ല. തൻ്റെ പേരല്ലേ സ്റ്റീഫൻ? അതെ സാറിന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അമ്മയുടെ മുറിയിൽ നിന്നും ആ സമയത്ത് കുഞ്ഞൻ നായർ പെരിച്ചാഴി വരുന്നത് പോലെ കുനിഞ്ഞ വേഗത്തിൽ ഓടി വന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പെരിച്ചാഴി വരുന്നത് പോലെ എന്നുള്ള ഉപമയാണ് അവിടെ പറഞ്ഞത്. പെരിച്ചാഴി അങ്ങനെ കുനിഞ്ഞിട്ടാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ എവിടെ എന്തുണ്ടെങ്കിലും അതിങ്ങനെ കരണ്ട് തിന്ന് കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവം കൂടി ഉണ്ടല്ലോ. അപ്പോൾ കുഞ്ഞൻ നായരെ അതിനോടൊക്കെയാണ് നമ്മളുടെ കഥാനായകൻ ഇങ്ങനെ ഉപമിക്കുന്നത്. എന്നിട്ട് വന്നു കഴിഞ്ഞിട്ട് കുഞ്ഞൻ നായർ പറയും, ഞാൻ കാലത്ത് തന്നെ വന്നു സാർ, അമ്മയ്ക്ക് ഇപ്പം കുറച്ച് കൊള്ളാം, മൂത്രം എടുത്തതിന് ശേഷം മുഖത്തൊരു ഐശ്വര്യം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഈ കുഞ്ഞൻ നായരോട് പറഞ്ഞു, താൻ ഓഫീസിലേക്ക് ചെന്ന് ഞാൻ ട്രേയിൽ എടുത്തു വെച്ചിട്ടുള്ള ഫയലുകൾ മുഴുവനും എടുത്ത് നാരായണപിള്ളയുടെ കയ്യിൽ കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് കുഞ്ഞൻ നായർ ചോദിക്കണം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാവും. അപ്പോൾ നായർ പിന്നെ ഇങ്ങനെ അവിടെ പരിങ്ങി എന്ത് വേണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നത്, ഞാൻ വേണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തി. അപ്പോൾ എന്ന് തുടങ്ങിയപ്പോൾ നമ്മളുടെ IAS ഓഫീസറായിട്ടുള്ള ധർമ്മപാലൻ പറഞ്ഞു വേണ്ട എന്ന് കർക്കശമായിട്ട് അയാളെ വിലക്കുകയാണ്. അപ്പം അങ്ങനെ അയാളെ തൊഴുത് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് എന്നുവെച്ചാൽ. അപ്പോൾ അവിടേക്ക് ഒരു പരിഹാസത്തിൻ്റെ നിഴൽ നമ്മളുടെ ധർമ്മപാലൻ ഇങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ മുറിക്കുള്ളിൽ പോയി. അതേ സമയത്ത് അമ്മ അതേപോലെ തന്നെ കിടക്കുകയാണ് ഉണ്ടായിരുന്നത്, ഏതാണ്ട് ഒരു ശവം പോലെ തന്നെ. അപ്പോൾ സലൈൻ ഇറങ്ങുകയായിരുന്നു. മറ്റൊരു വശത്ത് തുള്ളിയായിട്ട് ഇങ്ങനെ മൂത്രം പോകുന്നുണ്ട്.
എന്നിട്ട് ധർമ്മപാലൻ അപ്പോൾ ഒരു കസേര വലിച്ചിട്ട് അമ്മയുടെ അടുത്ത് അങ്ങനെ ഇരുന്ന് അമ്മയെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെറ്റിയിലും കവിളിലും കഴുത്തിലൊക്കെ വ്രണങ്ങൾ കരിഞ്ഞ് തിളങ്ങുന്ന പാടുകളുണ്ട്. അപ്പോൾ ചില പാടുകൾ വളരെ ആഴത്തിലുള്ളതാണ്. അപ്പോൾ നെറ്റിയിൽ ഒരു വലിയ പാട് കണ്ടപ്പം തലയോട്ടി തന്നെ പൊട്ടിയിട്ടുണ്ടാവും എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. അപ്പോൾ ഒരിക്കൽ പോലും ആശുപത്രിയിൽ അവർ പോയിട്ടുണ്ടാവില്ല. കാരണം അതൊന്നും അവർക്ക് ശീലമുള്ള കാര്യങ്ങളെല്ലാം ധർമ്മപാലൻ ഇങ്ങനെ ഓർക്കുകയാണ്. വ്രണങ്ങൾ അങ്ങനെ ചീഞ്ഞ് പഴുത്ത് പുഴുവരിച്ച് സ്വയം ഭേദപ്പെടണം. പട്ടികളോടും മറ്റു മനുഷ്യരോടും കലഹിച്ച വ്രണങ്ങളാണ് അതൊക്കെ. ആരൊക്കെയോ കല്ലുകൊണ്ടും കമ്പുകൊണ്ടും ഒക്കെ അടിച്ച വ്രണങ്ങൾ. അപ്പോൾ ചായക്കടയിലെ ചൂടുവെള്ളം കോരി ഒഴിച്ചിട്ട് ഉണ്ടായതും ആവും. കാരണം ഇവരെ കാണുന്നത് ആളുകൾക്ക് കറുപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഏറും അടിയൊക്കെ കൊണ്ടിട്ടുണ്ടായിട്ടുള്ള പാടുകളായിരിക്കും ഇവരുടെ ശരീരത്തിൽ ഉണ്ടാവുക എന്ന് ഇദ്ദേഹം അങ്ങനെ വിചാരിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കഴിഞ്ഞ കാലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം സുധയെ ഇങ്ങനെ പ്രേമിച്ച് നടന്ന സമയത്തുള്ള ഒരു അനുഭവം പറയുകയാണ്. ഞാൻ സുധയെ പ്രേമിക്കുന്ന നാളുകളിൽ ഒരിക്കൽ യാദൃച്ഛികമായി ഷർട്ട് ഊരിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി. മൈ ഗുഡ്നസ്, ഇതെന്താ ഇത്ര പാടുകൾ? ഞാൻ ഉണങ്ങിയ ചിരിയോടെ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളാണ്. ഞാൻ പുണ്ണില്ലാതെ ഇരുന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സുധ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ പാടുകൾ കണ്ടപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോഴുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ ചെറുപ്പത്തിൽ എനിക്കൊന്നും മുറിവുകൾ ഉണ്ടായിരുന്നു, അതിൻ്റെ അടയാളങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എൻ്റെ പുറത്തുണ്ടായിരുന്ന നീളം കൂടിയ പാടിലൂടെ വിരലോടിച്ചു. പുറംതിരിഞ്ഞ് ഓടിയപ്പം കൊണ്ടതാം. അവൾ തേങ്ങി കൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചു. എൻ്റെ തോളിലും കൈകളിലും കഴുത്തിലും ഉണ്ടായിരുന്ന പാടുകൾ കണ്ണീരോടെ ചുംബിച്ചു. അപ്പോൾ ആ ഒരു സ്നേഹപ്രകടനം, അന്നത്തെ സ്നേഹപ്രകടനം ഇന്നത്തെ സുധിയും തമ്മിലുള്ളൊരു വ്യത്യാസം കൂടി പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ 7 വയസ്സുവരെ അദ്ദേഹം പൂർണ്ണ നഗ്നനായിട്ടാണ് തിരുവനന്തപുരം നഗരത്തിലെ അമ്മയുടെ ഒപ്പം അലഞ്ഞ് തിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് ശരീരം മുഴുവനും പറ്റം പറ്റമായിട്ട് ചൊറിയും ചിരങ്ങും വ്രണങ്ങളും ആയിരുന്നു. വിരലുകൾ തമ്മിൽ ഒട്ടിയിരിക്കും. കണ്ണിൻ്റെ ഇമകളിൽ ചിരങ്ങ് കയറി കണ്ണടച്ചാൽ തുറക്കാൻ സമയം പിടിക്കുമായിരുന്നു. ഏതു നേരവും വിശപ്പാണ്. കയ്യിൽ കിട്ടുന്ന എന്തും അപ്പോൾ തന്നെ തിന്നും. കണ്ണിൽ പെടുന്ന എന്തും തിന്നാനാവുമോ എന്ന് വായിൽ വെച്ച് നോക്കും. ആരോ ഒരാൾ ചോറ് കൊടുക്കുന്നുണ്ട് എന്ന് കേട്ടിട്ടാണ് കരമനയാറ്റിൻ്റെ കരയിലുണ്ടായിരുന്ന പ്രജാനന്ദ സ്വാമിയുടെ ആശ്രമത്തിലേക്ക് പോയത്. അപ്പോൾ ആ ഒരു വിശപ്പ്, ആ വിശപ്പിൻ്റെ കാഠിന്യം, അപ്പോൾ എവിടുന്ന് എന്ത് കിട്ടിയാലും കഴിക്കുന്ന ഒരു രീതിയാണ് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ ചോറ് ഒരു സ്ഥലത്തുനിന്ന് കിട്ടുന്നുണ്ട് എന്ന് കേട്ടിട്ടാണ് പ്രജാനന്ദ സ്വാമിയുടെ ആശ്രമത്തിൽ അദ്ദേഹം ആദ്യമായിട്ട് എത്തുന്നത്. മുമ്പ് തന്നെ അവിടെ ധാരാളം തെരുവ് കുട്ടികൾ ഉണ്ടായിരുന്നു. കരമനയാറ്റിൽ ഇറങ്ങി കുളിക്കണം, അവർ തരുന്ന വസ്ത്രം ധരിക്കണം, അവിടെ ഉണ്ടായിരുന്ന ഒരു ഓല ഷെഡിൽ കയറിയിരുന്ന് കൈകൂപ്പി ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്, കൈവിടാതിങ്ങ് ഞങ്ങളെ എന്നിങ്ങനെ ഉറക്കെ പാടണം. അപ്പം അതിനുശേഷമാണ് ചോറ് തരിക. അപ്പോൾ മറ്റു കുട്ടികൾ പുഴയിലിറങ്ങി മണൽ വാരി തേച്ച് മേത്തു തേച്ച് കുളിക്കുന്നത് കണ്ട് കായുമുണ്ട് മടക്കി കുത്തി പുഴയിൽ നിന്ന് ചെറുപ്പക്കാരനായിട്ടുള്ള സന്യാസി ആ കറുപ്പിനെ പിടിക്കുക, അവൻ്റെ മേലെ തേച്ചില്ല ഡാ എന്ന് ശബ്ദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് അവിടെ ചെന്നിട്ടുണ്ടായിരുന്ന ഒരനുഭവമാണ്. കരമനയാറ്റിൽ കുളിച്ച് ശരീരത്തിലെ അഴുക്ക് മുഴുവനും കഴുകിക്കളഞ്ഞാൽ മാത്രമേ അവിടുന്ന് ചോറ് കിട്ടുള്ളൂ. അപ്പം അതിനായിട്ട് മറ്റു കുട്ടികളുടെ കൂടെ പോയപ്പോഴും ആദ്യത്തെ അനുഭവമായതുകൊണ്ട് അയാൾ നമ്മളുടെ ധർമ്മപാലനെ പിടിച്ച് കുളിപ്പിക്കാനുള്ള ശ്രമമാണ് അവിടെ പറയുന്നത്. അപ്പോൾ വെള്ളം കണ്ടപ്പോൾ തന്നെ ഞാൻ മടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ സന്യാസി ധർമ്മപാലനെ നോക്കിയപ്പോൾ അദ്ദേഹം അങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. പിന്നെ അവനെ പിടിക്കടാ എന്ന് സന്യാസി പറഞ്ഞപ്പോൾ 4-5 പയ്യന്മാരും കൂടിയും അദ്ദേഹത്തെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് മണ്ണിലിട്ട് വലിച്ചഴിച്ച് അവർ പുഴയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ സ്വാമി അദ്ദേഹത്തെ പൊക്കി, കുട്ടിയെ പൊക്കി കരമനയാറ്റിലെ വെള്ളത്തിലിട്ടു. മീനുകൾ വന്ന് കൊത്താൻ തുടങ്ങുകയാണ്. ശരീരം മുഴുവനും മുറിവാണല്ലോ. അപ്പോൾ നിലവിളിച്ചുകൊണ്ട് പിടഞ്ഞു. സ്വാമി തൂക്കി കല്ലിൽ ഇരുത്തി ചകിരി കൊണ്ട് ശരീരം മുഴുവനും അങ്ങോട്ട് തേച്ച് ഉരയ്ക്കണം. അപ്പോൾ അലറി കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൈ കടിച്ചു മുറിച്ചു. അപ്പോൾ അദ്ദേഹം അതൊന്നും കാര്യമാക്കിയില്ല. അങ്ങനെ ദേഹം മുഴുവനും ചോരയോടെ നിന്ന് നമ്മളുടെ ധർമ്മപാലനെ പിടിവിടാതെ തന്നെ വലിച്ചഴിച്ചുകൊണ്ട് ചെന്ന് ഷെഡിലേക്ക് എത്തിക്കുകയാണ്. നീല നിറത്തിലുള്ള എന്തോ ഒരു മരുന്ന് ശരീരത്തിന് മുഴുവനും തേച്ചു. അപ്പോൾ ആദ്യത്തെ ക്ഷണം അത് തണുത്തു, പിന്നെ തീയിലിട്ടതുപോലെ നീറി. അപ്പോൾ ഇവനങ്ങനെ ഉറക്കങ്ങടും നിലവിളിക്കാനായിട്ട് തുടങ്ങുകയാണ്. എന്നിട്ട് വട്ടം കറങ്ങി ഓടുകയാണ് നിലവിളിച്ചുകൊണ്ട്. അപ്പോൾ ഒരു ക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ പിടി അയഞ്ഞു. എന്നിട്ട് പുറത്തേക്ക് ഓടി. അദ്ദേഹം പിന്നിൽ വന്ന് ഓടിയ ചോറില്ല എന്നിങ്ങനെ വിളിച്ച് പറയണം. അങ്ങനെ
ഞെട്ടിത്തരിച്ച് നിന്നു. എന്നിട്ട് മുമ്പോട്ട് കാലെടുത്ത് വെക്കാനേ പറ്റിയില്ല. കാപ്പയ്ക്ക് ചോറ് വേണമേ, ചോറ് എന്ന് നിലവിളിച്ചുകൊണ്ട് വീണ്ടും ചോറിന് വേണ്ടിയിട്ട് വെച്ചാൽ വിശപ്പ്, സഹിക്കാൻ കഴിയാത്ത വിശപ്പാണ്. വേറെ യാതൊരു വികാരം അവർക്കില്ല. ആകെയുള്ള ഒരേ ഒരു വികാരം എന്ന് പറയുന്നത് വിശപ്പ് എന്ന് പറയുന്ന വികാരം മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ സങ്കടം സഹിക്കാനാവാതെ നെഞ്ചത്തടിച്ചിട്ട് കാപ്പയ്ക്കും ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് കരയാണ്. അപ്പോൾ സ്വാമി അകത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് കാപ്പയ്ക്ക് ചോറയും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ദേഹത്ത് നീറ്റൽ കുറഞ്ഞു. പല സ്ഥലങ്ങളിൽ നിന്നും മടിച്ചും പതുക്കെ ആശ്രമത്തിൻ്റെ വാതിൽക്കൽ ഇങ്ങനെ എത്തുകയാണ്. മെല്ലെ മെല്ലെ ചെന്നിട്ട് ആശ്രമത്തിലേക്ക് അദ്ദേഹം എത്തി. അങ്ങനെ സ്വാമി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന് ഇദ്ദേഹത്തെ പിടിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് ഉള്ളിലെ ഒരു മുറിയിൽ ചാണകം മെഴുകിയ നിലത്ത് ഇരുത്തി. ഇത് മുമ്പിലെ അദ്ദേഹത്തെ പയ്യനെ കിടക്കാവുന്നത്ര വലിയ ഒരു ഇല വിരിച്ചു. അതിൽ തവികൊണ്ട് ചോറങ്ങനെ വാരി നിറച്ചു. എന്നിട്ട് കൈ നീട്ടി തിന്നും എന്ന് സ്വാമി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാമി ചോറങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ ധർമ്മപാലനാണെങ്കിൽ തിന്നുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പാത്രത്തിൽ ബാക്കി ഉണ്ടായിരുന്ന ചോറ് എത്ര ഉണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും. എന്നിട്ട് തിന്നടാന്ന് സ്വാമി പറയുകയും ചെയ്യും. അപ്പം അങ്ങനെ സ്വാമി തിന്നടാന്ന് പറയുമ്പോൾ തിന്നെന്ന് പറഞ്ഞ് വീണ്ടും അതിങ്ങനെ വാരി തിന്നുകൊണ്ടിരിക്കും. അപ്പം ആദ്യം ഇത് തിന്നടാ തീക്കാളി, വേണമെങ്കിൽ തീക്കൊള്ളി വേണമെങ്കിൽ ഇനിയും തരാമെന്ന് സ്വാമി പറയണം. അപ്പോൾ പിന്നെ എത്ര കിട്ടിയാലും വിശപ്പ് മാറാത്ത ആ ഒരവസ്ഥ അത് കൃത്യമായിട്ട് നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ഇലയിലെ ചോറ് കയ്യിലെടുത്ത് എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ തലയിൽ മെല്ലെ ഒന്ന് തട്ടി ഇരുന്ന് തിന്നടാം എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് ചോറ് വാരി ഉണ്ടു തുടങ്ങുകയാണ്. അപ്പോൾ ചോറ് വായിൽ വയ്ക്കുമ്പോൾ കേൾക്കാവുന്ന തെറിക്ക് വേണ്ടിയിട്ട് ശരീരം മുഴുവനും ഇങ്ങനെ കാതോർത്തു എന്ന് അദ്ദേഹം പറയണം. കാരണം സാധാരണ ഇവിടുന്ന് എന്ത് ഭക്ഷണം കിട്ടിയാലും ഇതാണ് അവരുടെ അവസ്ഥ. പക്ഷേ ഇവിടുന്ന് മാത്രം അദ്ദേഹത്തിന് അത് കേൾക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അവിടെ ഇരുന്ന് ചോറ് വാരി ഉണ്ടു തുടങ്ങി. അപ്പോൾ ചോറ് വായിൽ വയ്ക്കുമ്പോൾ കേൾക്കാവുന്ന തെറിക്ക് വേണ്ടി ഇങ്ങനെ കാതോർത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യത്തെ ഉരുള ഉണ്ടിട്ട് എഴുന്നേക്കാൻ പോയപ്പോൾ സ്വാമി പറഞ്ഞു തിന്നടാ എന്ന് പിന്നെയും അങ്ങനെ അവിടെ നിന്ന് ശാസിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ചോറിൽ സ്വയം മറന്ന് ഉരുളകളങ്ങനെ ഉരുട്ടി വായിലിട്ട് കൊണ്ടേയിരുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കാം. അപ്പോൾ ചോറിൻ്റെ മലകൾ, ചോറിൻ്റെ മണൽപ്പരപ്പ്, ചോറിൻ്റെ വെള്ളപ്പൊക്കം, ചോറിൻ്റെ ആന, ചോറിൻ്റെ കടൽ, ചോറും ഞാനും മാത്രമായിരുന്നു അപ്പോൾ എന്ന് പറയും. വേറെ ഒന്നിനെക്കുറിച്ചും യാതൊരു ചിന്തയില്ല. ആകെ ഈ ചോറിനെ കുറിച്ചുള്ള ഒരു ചിന്തി അതങ്ങനെ വാരി വയറ്റിലാക്കുന്ന ഒരു ചിന്തി മാത്രമാണ് അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ഘട്ടത്തിൽ ഉണ്ണാൻ കഴിയാതെയായി. അപ്പോൾ അതുപോലും ഇദ്ദേഹം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ചോറുണ്ണാൻ കഴിയാത്തതെന്ന് മനസ്സിലാകാതെ ചോറ് വീണ്ടും വാരിയിട്ട് വായിലേക്ക് നിറയ്ക്കുകയാണ്. അപ്പോൾ ഓക്കാനിച്ചിട്ട് വിറവുണ്ട്. അപ്പോൾ എന്നാലും അത് നിർത്താനായിട്ട് കഴിയണില്ല. അപ്പോൾ ദേഹം മുഴുവൻ ചോറുകൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലത്തെ ഒരവസ്ഥയാണ് അദ്ദേഹത്തിനപ്പം ഉണ്ടായിരുന്നത്. വയറ് ഒരു വലിയ കലം പോലെ ഇങ്ങനെ ഉരുണ്ട് തിളങ്ങിയെന്ന് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഒരു മീശക്കാരൻ വന്നിട്ട് എടാ താളി നിൻ്റെ വയറ് നിറഞ്ഞല്ലോടാ, വയറ്റിൽ പേന് വെച്ച് കൊല്ലാമെന്നാണല്ലോ തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അതിന് മാത്രം വയറ് ഉരുണ്ടു കൂടിയിട്ടുണ്ട്. അപ്പോൾ അയാൾ എന്നെ തല്ലാൻ പോകുന്നു എന്ന് കരുതിയിട്ട് നമ്മളുടെ ധർമ്മപാലൻ എന്ത് ചെയ്തു, ഓടാനായിട്ട് തുടങ്ങണ്ടായിരിക്കുക, നിന്നെ ആരും ഇവിടെ ഒന്നും ചെയ്യില്ല, നിനക്ക് ഇനിയും ചോറ് വേണമെന്ന് അപ്പോൾ ചോദിച്ചു. അപ്പോൾ വേണമെന്നാണ് അപ്പോഴും പറഞ്ഞത്. അപ്പോൾ ഇനിയും ചോറുണ്ടാൽ നീ ഇലവങ്കായ മാതിരി പൊട്ടി ചോറ് പഞ്ഞിയായി പുറത്തേക്ക് ഒഴുകും, നാളെ വരുമോടാന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ അതേന്ന് തലയാട്ടി. അപ്പോൾ നാളെ ഇവിടെ വന്ന് സ്വാമി പഠിപ്പിക്കുന്ന പാട്ടും അക്ഷരവും പഠിച്ചാൽ നിറച്ച് ചോറ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് പ്രജാനന്ദ സ്വാമികളുടെ ആശ്രമത്തിൽ നമ്മളുടെ കഥാനായകനായിട്ടുള്ള ധർമ്മപാലൻ എത്തിപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അനുഭവം ചോറ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വിശപ്പ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം വേറെ യാതൊരു വികാരങ്ങൾക്കും സ്ഥാനമില്ലാതെ ഏറ്റവും വലിയ വികാരം, ഭൂമിയിലെ ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് വിശപ്പ് തന്നെയാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ മൃഗങ്ങൾക്ക് പോലും ജീവിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ഭൂമിയിലെ മനുഷ്യൻ എത്രത്തോളം അടിമയായിട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച ആ വിവരണത്തിലൂടെ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നോവലിസ്റ്റ് ചെയ്തത്.